ഇന്നലെ രാത്രി സിയമോൾ കളിച്ച ടോയ്സാണ് കേട്ടോ ഈ പറന്ന് കിടക്കുന്നത്. അപ്പോൾ കാലത്ത് എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. രാത്രി തന്നെ ഇതൊക്കെ ഒതുക്കിയിട്ടാണ് കിടക്കാറ്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മടി തോന്നുമ്പോൾ ഞാൻ എടുത്തു വയ്ക്കാറൊന്നുമില്ല. ശരിക്കും ആര്യനെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കാറ്. ആര്യനാണ് വെച്ചെങ്കിൽ ഇന്നലെ രാത്രി വേഗം ഉറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യണ്ടേ, ആ മടിക്ക് ഞാൻ ചെയ്യാതെ പോയി കിടന്നതാണ്. അതിപ്പോഴേക്ക് രാവിലെയൊക്കെ എന്നെ പണിയായി. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒന്ന് ചോറ് വയ്ക്കുകയാണ് കേട്ടോ. ചോറൊന്ന് കുക്കറിലാണ് വെക്കണത്. കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ തെർമലിലൊക്കെ ഇറക്കി വെച്ചിട്ട് ആകുമ്പോഴേക്കും ആരും പോകുമ്പോഴേക്കും ചിലപ്പോൾ അത് വേവില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കണത്. ആദ്യമൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ ഒട്ടും ശരിയായിരുന്നില്ല. ഒന്നല്ലെങ്കിൽ ചോറ് നന്നായി വെന്തു പോവും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ വെള്ളം ഇങ്ങനെ പശ പോലെ പിടിച്ച് നിൽക്കണ പോലെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ചോറൊന്നും ശരിയാവുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതങ്ങനെ വെച്ച് വെച്ച് സെറ്റായി. അപ്പോൾ ഞാനിപ്പോൾ ടൈമർ വയ്ക്കും. ടൈമർ വെച്ചിട്ടില്ല വെച്ചെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ സമയത്തിന് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാനത് മറന്നു പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈമർ വെച്ചിട്ട് ഓഫ് ചെയ്യാണ് ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് കാലത്ത് ഞാനിങ്ങനെ സ്മൂത്തി അടിച്ചിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പാണ് കേട്ടോ. സിറപ്പ് തന്നെയല്ലേ, എന്തൊരു സാധനം, അതായത് ഏട്ടൻ വരുമ്പോൾ കൊടുന്നിരുന്നതാണ്. അപ്പോൾ അതാണ് അതിലൊഴിക്കണത്. എന്നോ ഇതിങ്ങനെ ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് ചെറിയൊരു മടുപ്പൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് ചോറിലേക്ക് വെണ്ടക്കായാണ് കേട്ടോ കൊടുത്തയക്കണത്. വെണ്ടക്കായ ഉപ്പേരി വെച്ചിട്ടാണ് കൊടുത്തയക്കണത്. അപ്പോൾ അത് അരിഞ്ഞു വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അത് ആ ടൈമർ സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ. വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഉള്ളിയൊക്കെ അങ്ങനെ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്തു വയ്ക്കും കേട്ടോ. കുറച്ച് ദിവസം ഒരു 2-3 ദിവസത്തേക്കുള്ളതൊക്കെ ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമ്മൾ കാലത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എളുപ്പം പണി തീരുമല്ലോ. അല്ലെങ്കിൽ കാലത്ത് ഈ ഉള്ളി തൊലിക്കാൻ നിൽക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും. എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിലും ഞാൻ ആ എടുക്കുന്ന സാധനങ്ങളൊക്കെ അതത് സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ഇല്ലാച്ചെങ്കിൽ ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും പണി കഴിയാത്ത പോലെ ഇതൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും. കാലത്ത് കഴിക്കാൻ ദോശമാവാണ്. അപ്പോൾ ദോശമാവിൻ്റെ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ അതെടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ആരും വരുമ്പോഴേക്കും ദോശമാവിൻ്റെ തണുപ്പൊക്കെ വിട്ടാൽ പിന്നെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ആര്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യം പോയിട്ട് ആരെങ്കിലും കുളിച്ച് പല്ലേച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഉപ്പേരിക്കുള്ള ഉള്ളിയാണ് കേട്ടോ ചതയ്ക്കുന്നത്. എന്താ കിട്ടിയെന്ന് വെച്ചിട്ട് ചതയ്ക്കും. അല്ലാതെ ആ ചതയ്ക്കുന്ന സാധനത്തിൻ്റെ അതൊന്നും എടുത്തുകൊണ്ടിട്ട് ചതയ്ക്കാനുള്ള ക്ഷമ എനിക്കില്ല. വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉള്ളി ഇതാക്കിയതിൻ്റെ ശേഷം ഉള്ളി മൂപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ ഇടില്ല കേട്ടോ. വെണ്ടയ്ക്കയ്ക്ക് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് മാറിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുള്ളൂ. 2 ദിവസം വീട്ടിൽ പോയി നിന്നതുകൊണ്ട് പാല് കുറച്ചധികം ബാക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഇന്നലെ ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നേക്ക് പുളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ്. ആരും കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനിതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വെണ്ടയ്ക്കുപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കും. ഇല്ലെങ്കിൽ എല്ലാം കൂടി ലാസ്റ്റ് ഇരട്ടി പണിയാണ്. അപ്പോൾ അതേ ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളെ കഴുകാണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇടയിൽ ഇങ്ങനെ പാത്രം കഴുകാതിരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എല്ലാം കൂടി ഒരുപാട് പാത്രങ്ങൾ അതിലിങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ ആ സ്വഭാവം ഞാൻ അങ്ങോട്ട് മാറ്റിയെടുത്തു. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗം വേഗം കഴുകിയിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അധികം വലിയ കുക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയാലേ ഉള്ളൂ. സിങ്കിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് അവിടെയും കൂടി ക്ലീൻ ചെയ്തിടുക കേട്ടോ. ആരിന് പോകാനുള്ള സമയമാകുമ്പോഴേക്കും ഇതാ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറാക്കി, പിന്നെ ചോറിൻ്റെ കൂടെ ഉപ്പേരിയും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇതേ സിയമോളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിൻ്റെ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ അടിച്ചൊരു തുടക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ സോഫയൊക്കെ ഇട്ട ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് ഈ ബ്രഷ് വെച്ചിട്ട് തട്ടുന്നത്. ഈ 2 സീറ്റിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് വെച്ചിട്ട് തട്ടുന്നത് കേട്ടോ. അപ്പോൾ സിയമോള് ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ടോർച്ചൊക്കെ അടിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ അവളും ചെയ്യണം. സിമോള് കാലത്ത് ദോശ കൊടുത്തതൊന്നും നേരം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അവൾക്ക് കുറച്ച് ചോറ് എടുത്ത് കൊടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് കൊടുത്തപ്പോൾ ചോറ് കഴിക്കുന്നുണ്ട്.
സിമോൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ശേഷം ഞാൻ വീണ്ടും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സോഫയൊക്കെ എല്ലാം നീക്കിയിട്ടിട്ട് കർട്ടനും പിന്നെ ജനാലയും ടി വിയുടെ യൂണിറ്റും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യില്ല. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഓരോ ദിവസവും ചെയ്യുള്ളൂ. എല്ലാം കൂടി ഒരൊറ്റ ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഞാൻ പിറ്റേ ദിവസം എണീറ്റ് നടക്കില്ല. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യാറ്. ചില ആളുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു വീട് മൊത്തം ഫുള്ള് ഇങ്ങനെ ക്ലീൻ ചെയ്യണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണാവോ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണത്? എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരു ഭാഗം തന്നെ ക്ലീൻ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ ഈ കുഞ്ഞിപ്പെണ്ണിനെയും വെച്ചിട്ട് ഈ പണിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുട്ടീനെ ഒപ്പം നോക്കണം, നമ്മുടെ കാര്യങ്ങളും ചെയ്യണ്ടേ. ഇതിപ്പോൾ കണ്ടില്ലേ, വാസ്ലീൻ അതിൻ്റെ ഇടയിൽ ഞാൻ വാസ്ലീൻ എടുത്തിട്ട് താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത് എടുത്തുകൊണ്ടായിട്ട് അവൾ മേലൊക്കെ തേച്ച് ആകെ ഫുള്ള് പരത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും എന്താ ക്ലീൻ ചെയ്തിട്ട് ഞാനിപ്പോൾ തുടച്ചിട്ട് അതൊക്കെ നീക്കിയിട്ട് അതത് സ്ഥാനത്ത് തന്നെ ഇട്ട് വയ്ക്കുകയാണ്. ഇനി അത് സോഫയുടെ കവറൊക്കെ ഇടാണ്ട് പിന്നെ ടി വി യൂണിറ്റ് വന്ന് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെ മേലെ കയറ്റി വയ്ക്കാണ്ട് അങ്ങനെ കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇരിക്കുക കേട്ടോ. സിയമോളേനെ ഞാൻ ടി വി ഒക്കെ വെച്ചെടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. യൂണിഫോം അല്ലേ?